സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാപതിഭ്യാം നിർമുക്തം നിത്യമുക്തം ദിഗമശരതകർത്രേണ ഭാഷ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയ വിചാരത്തിൽ നമ്മൾ 10ാമത്തെ ദശകം ആരംഭിച്ചിരിക്കുകയാണ്. സൃഷ്ടിഭേദങ്ങൾ എന്നാണ് അതിൽ വിഷയങ്ങളായിട്ട് പറയുന്നത്. എന്തൊക്കെയാണ് ബ്രഹ്മദേവൻ സൃഷ്ടിച്ചത്? ഈ ലോകത്തിലുള്ളതൊക്കെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയാണ്. താത്വികമായിട്ട് പറയുമ്പോൾ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയാണ്. അതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, തപോബലം വർദ്ധിച്ചതായിട്ടുള്ള ബ്രഹ്മദേവൻ പക്ഷിമൃഗാദികളെ, മനുഷ്യനെ മുതലായിട്ടുള്ളതിലെ സൃഷ്ടിച്ചു. തിര്യക്കുകൾ, കുത്തനെ ഭക്ഷണം കീഴ്പ്പെട്ട് സഞ്ചരിക്കുന്നവർ, ഭക്ഷണം മേപ്പെട്ട് സഞ്ചരിക്കുന്നവർ, വൃക്ഷങ്ങൾ. ബുദ്ധിയുടെ സഞ്ചാരം ഇതിന് തിരിച്ചാണെന്നും പറഞ്ഞു. മേപ്പെട്ട് വലിച്ചെടുക്കുന്ന വൃക്ഷങ്ങൾക്ക് ബുദ്ധി കുറയും, കീഴ്പ്പെട്ട് ഭക്ഷണം ഇറക്കണം നമുക്ക് ബുദ്ധി, വിശേഷ ബുദ്ധി കൂടും. ഇടയിലാണ് തിര്യക്കുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞു വെച്ചു. ഇനി അടുത്ത സൃഷ്ടി കുറേ മാനസികാവസ്ഥകളാണ്. അതും ബ്രഹ്മാവാത്രേ സൃഷ്ടിച്ചത്. അതെന്തൊക്കെയാ? മിഥ്യാഗ്രഹാത്മ്യം അതിരാഗവികോപഭീതിർ അജ്ഞാന വൃത്തിമിതി പഞ്ചവിധാംസ സൃഷ്ട്വാ ഉദ്ദാമ താമസപദാർത്ഥവിധാനദൂനർത്തേനേ ത്വദീയചരണസ്മരണം വിശുദ്ധ്യൈ. പ്രവൃണമിഥ്യ, ആഗ്രഹം, അസ്മിത, അതിരാഗം, വികോപം, ഭീതി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അത്രയും സൃഷ്ടിച്ചത്. തെറ്റി, മിഥ്യ, ഇല്ലാത്തതിലുണ്ട് എന്ന് തോന്നൽ ആണ് മായ. സത്യത്തിൽ ലോകമില്ലാത്തതാണ്, അതേ ഉള്ളൂ എന്ന് തോന്നുക. ഉള്ള ഈശ്വരനെ കാണാതിരിക്കുന്ന മിഥ്യ. ആഗ്രഹം, അഹംബുദ്ധി, മിഥ്യാഗ്രഹം, അഹംബുദ്ധി, രാഗം, കോപം, ഭയം. രാഗ, വികോപ, ഭീതി. രാഗം സ്നേഹം, വികോപം കോപം തന്നെ, ഭീതി ഭയം. ഇങ്ങനെ പഞ്ചവിധാം, 5 അജ്ഞാന കാര്യങ്ങൾ ബ്രഹ്മാവ് സൃഷ്ടിച്ചു. മിഥ്യ, ആഗ്രഹം, മിഥ്യാഗ്രഹാസ്, ആഗ്രഹം, ആസ്മി, അതിരാഗവികോപഭീതി. പിന്നെ സൃഷ്ടിച്ചത് രാഗം, പിന്നെ കോപം, ഭീതി, ഭയം. അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാംസ സൃഷ്ടുവ. സ പഞ്ചവിധാം അജ്ഞാനവൃത്തിയും സൃഷ്ടുവ. ആ ബ്രഹ്മാവ് സ 5 വിധത്തിലുള്ള അജ്ഞാനവൃത്തിയാണ് മായ. മായയായിട്ട് ബന്ധപ്പെട്ട 5 എണ്ണത്തെ സൃഷ്ടിച്ചു. മിഥ്യ, ആഗ്രഹം, രാഗം, വികോപം, ഭീതി. ഈ 5 എണ്ണത്തിനെ സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്തു? മാനസികമായിട്ട് ലേശൊരു വിഷമം ബ്രഹ്മാവിനുണ്ടായി. കാരണം ഇതൊക്കെ സൃഷ്ടിച്ചിട്ട് ലോകത്തിലുള്ളവർ ദുഃഖിക്കാനാണല്ലോ പോകുന്നത്. ഈശ്വര, മായയിൽ കൊടുക്കാനുള്ള സംഗതികളാണതൊക്കെ. ഇല്ലാത്തതിലുണ്ട് എന്ന് തോന്നലുണ്ടാവുക, പ്രപഞ്ചം. ആഗ്രഹം ഉണ്ടാവുക, വേണം. ആഗ്രഹം എപ്പോൾ തുടങ്ങി അപ്പം ദുഃഖം തുടങ്ങി എന്നാണ്. ആഗ്രഹം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദുഃഖത്തിൻ്റെ ഉറവിടമാണ്. നമുക്കറിയാം, നല്ലൊരു ഭരതനാട്യം നമുക്ക് വളരെ ഇഷ്ടമുണ്ട്. കാണുന്നതിൽ, ആസ്വദിക്കുന്നതിൽ അത്യാവശ്യം കഴിവുമുണ്ട്. പഠിച്ചിട്ടില്ലെങ്കിലും അത് നന്നായിട്ട് അതിൻ്റെ താളവും കാര്യങ്ങളൊക്കെ അറിയാം. നമ്മളത് കാണുകയാണ്. വളരെയധികം സുഖം ഉണ്ടാവും, ഇല്ലേ? പക്ഷേ കഴിഞ്ഞത് അറിഞ്ഞില്ല കേട്ടോ, കുറച്ചും കൂടി ആവായിരുന്നു നടക്കം തോന്നില്ലേ? നേരെ മറിച്ച് നമ്മുടെ കുട്ടി ഒരു പെൺകുട്ടിയാണ്, ആ കുട്ടി ഇതൊന്ന് പഠിപ്പിക്കണമെന്ന് തോന്നിയാലോ, പിന്നെ സുഖമല്ല ഉണ്ടാവുക. ആണോ? ആരെയാ കിട്ടുക? എത്ര ഫീസ് കൊടുക്കേണ്ടി വരും? ആഴ്ചയിൽ എത്ര ക്ലാസ് ഉണ്ടാവും? ആരാ കൊണ്ടേ വിടുക? എങ്ങനെ കൊണ്ടുപോയി കൊണ്ടുവരാൻ പറ്റും? കുട്ടി പഠിക്കുമോ? കുട്ടിക്ക് അതിനുള്ള താല്പര്യം എന്ത് പ്രശ്നമായി ആലോചിച്ച് നോക്കൂ, ഇല്ലേ? അപ്പോൾ ആ ഭരതനാട്യം നമുക്ക് ആസ്വദിക്കാൻ ഇഷ്ടമാണെങ്കിൽ, നല്ല കഴിവ്, അത്യാവശ്യം രാഗതാള ബോധം ഉണ്ടച്ചാൽ സുഖമായിട്ട് ആസ്വദിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അത് നമ്മുടെ കുട്ടിയെ എന്ന് വന്നപ്പോൾ പിന്നെ മുഴുവൻ ദുഃഖമാണ് ഉണ്ടാവുന്നത് സത്യത്തിൽ.
അപ്പം മിഥ്യ തൊക്കെ പോട്ടെ, പഠിച്ച് കിട്ടിയ ഈ കുട്ടിക്ക് സ്റ്റേജ് ഉണ്ടാക്കി കൊടുക്കണം. അത് അതിലേറെ പ്രശ്നമാണ്. പഠിച്ചാൽ അത് കൈയും കളിയും എവിടെയെങ്കിലും കാട്ടണ്ടേ, വെറുതെ ഇരിക്കാൻ പറ്റുമോ? അത് വലിയ ദുഃഖമാണ് കേട്ടോ സത്യത്തിൽ. ഒന്നും പഠിക്കാതിരിക്കുക നല്ലത്, കാണാൻ പഠിക്കുക, അവതരിപ്പിക്കുക. എല്ലാവരും വിചാരിച്ചാൽ എന്താ ഉണ്ടാവുക എന്നൊരു ചോദ്യമുണ്ട്, അത് നമുക്കറിയില്ല. അത് ദുഃഖമാണ്, സംശയമൊന്നുമില്ല. ഏത് കലയും പഠിക്കുമ്പോൾ ദുഃഖമാണ്. ഈ കൊട്ടുകാരൊക്കെ ഇപ്പോൾ ഇങ്ങനെ കൊട്ടണത് ഗെയിമായിട്ട് നിൽക്കുന്നത് എത്ര പഠിച്ചിട്ടുണ്ടാവും? ആശാൻ്റെ നിന്ന് അടിയടക്കം കൊണ്ടുണ്ടാവും. നല്ല ത്യാഗം അനുഷ്ഠിക്കണം, രാവിലെ 4 മണിക്ക് നീട്ട് സാധകം ചെയ്യണം. അപ്പോൾ അതാണ് ആഗ്രഹം, എനിക്കൊരു കലാകാരനാവണം. അത് വന്നാൽ ദുഃഖമേ ഉള്ളൂ, കല ആസ്വദിക്കാൻ പ്രശ്നമൊന്നുമില്ല. ആവണം തോന്നിയ ദുഃഖമാണ് ആഗ്രഹം. മിഥ്യ ആഗ്രഹം, അതിരാഗം, എന്തിനോടെങ്കിലും ഉള്ള പ്രത്യേക പ്രതിപത്തി, പ്രത്യേകമായിട്ടൊരു പ്രതിപത്തി ഒന്നിനോട് വരിക, അത് നമുക്ക് ദുഃഖകാരനാവും. സ്ത്രീകളാവട്ടെ, ധനമാവട്ടെ, കലയുടെ പാകത്തിനേ പാടൂ. കാണാൻ അവസരം ഉണ്ടോ? കാണില്ലേ, വേണ്ട. എന്തിനോടും അല്ലേ, ഇപ്പോൾ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഒക്കെ എല്ലാ വീട്ടിലും ഇൻവെർട്ടർ ഉണ്ട്. പണ്ട് ഇൻവെർട്ടറിൽ ഈ കറണ്ട് പോയാൽ സീരിയൽ കാണുന്നവർക്കുള്ളൊരു ടെൻഷൻ കാണുന്നെ വേണം. കാരണം ആ എപ്പിസോഡ് പിന്നെ കാണാൻ പറ്റില്ലല്ലോ. ഇപ്പുറത്ത് അതിൽ താല്പര്യമില്ലാത്തവർ അവരുടെ ടെൻഷൻ കണ്ടിട്ട് ചിരിക്കും. ഇല്ലാത്തത് ഈശ്വരാ കറണ്ട് പോയല്ലോ. ഇപ്പം പിന്നെ ഇൻവെർട്ടർ ഉണ്ടാവേണ്ട ആ പ്രശ്നം അധികമില്ല. അപ്പോൾ അതെന്താണ്? അതിരാഗം, അതിമായിട്ടുള്ള സ്നേഹം, പ്രതിപത്തി ഒന്നിൽ പിടിച്ച് മനസ്സ് നിന്നാൽ അതിൻ്റെ അഭാവം നമ്മളെ ദുഃഖിക്കും. അതാണത്. മകനാവട്ടെ, വേറൊന്നാവട്ടെ, ഒക്കെ നമ്മളെ വിട്ടു പോകേണ്ട സംഗതികളല്ലാണ്ട് നമ്മൾ വരുമ്പോൾ ഇവരാരും കൂടെ ഇല്ലല്ലോ, പിന്നെ പോകുമ്പോൾ ഉണ്ടാവുമോ? അപ്പോൾ ഇടയിൽ മാത്രം എന്തിനാണ് നിർബന്ധങ്ങൾ പിടിക്കുന്നത്? അതിരാഗം ദുഃഖത്തിൽ കലാശിക്കും, ആഗ്രഹം ദുഃഖത്തിൽ കലാശിക്കും, കോപം പറയാനില്ല. ക്രോധാൽഭവതി സമ്മോഹാൽ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശാൽ പ്രണശ്യതി. എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടാലോചിക്കുക, സർവനാശം കോപം കൊണ്ട് നമുക്കുണ്ടാവും. പക്ഷേ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? പലപ്പോഴും പറ്റുന്നില്ല. അതാണ് ഇല്ലാത്തതിലുണ്ട് എന്നുള്ള ഭാവത്തിലാണ് ഈ കോപം. ഇല്ലേ, ശരീരത്തിൻ്റെ ശ്വാസവേഗം മാറ്റുന്നു, BP വർദ്ധിപ്പിക്കുന്നു, ഹൃദയാഘാതം വരെ വരുന്നു. എത്ര ദൂരവ്യാപകമായിട്ടുള്ള ആരോഗ്യ പ്രശ്നമാണ് കോപം ഉണ്ടാക്കുന്നത്. താൽക്കാലികമായിട്ട് അത് ലോകത്തിൽ മറ്റൊരാൾക്കുണ്ടാവുന്ന ആ ഒരു പ്രതിഫലനം മാത്രമല്ല ഉള്ളൂ. ഇവയുള്ളവൻ്റെ ആരോഗ്യത്തെ നല്ലപോലെ ബാധിക്കുന്ന ഘടകങ്ങൾ അതിലുണ്ട്. ആ വാക്ക് എന്തെല്ലാം കാര്യങ്ങൾ, പ്രശ്നങ്ങൾ ഈ ലോകത്തിൽ സൃഷ്ടിക്കുന്നു. വൈരം, സ്ഥിരമായിട്ടുള്ള ശത്രുബുദ്ധി, ബന്ധങ്ങളുടെ ഒലച്ചിൽ, അങ്ങനെയാണ് പറഞ്ഞാൽ ഈ ലോകത്തിലേക്കുള്ള പ്രശ്നം, ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോപം വളരെയേറെതാണ്. ക്രോധം രാമായണത്തിൽ ലക്ഷ്മണനെ ഉപദേശിച്ചു കൊടുത്ത നന്ദനോപമമാണ്. ലക്ഷ്മണ സന്തോഷം നന്ദനവനം, നല്ല സ്വർഗത്തിലത്തെ തോട്ടമാണ്. സന്തോഷമായിട്ടിരിക്കുക. കോപിക്കുന്നവർക്ക് സന്തോഷിക്കാൻ പറ്റില്ല. പിന്നെയോ അന്തകോപമനാണ്, കാലനാണ് ക്രോധം എന്ന് പറഞ്ഞാൽ കാലൻ്റെ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. കോപം, ഭീതി, എല്ലാറ്റിനെക്കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഈ ലോകത്തിലുണ്ടല്ലേ ഭയം, പ്രളയം വരും, അധികം മഴ കണ്ടാൽ പ്രളയഭീതിയായി ഇല്ലേ. 4 ദിവസം അധികം പെയ്താൽ അപ്പം അങ്ങനെ പോയാൽ എന്ന് പറഞ്ഞ് തുടങ്ങും നമ്മൾ. 4 ദിവസം മഴ ഇല്ലാണ്ടായാലും അയ്യോ വളരെ ചുട്ടിട്ട് വയ്യാട്ടോ എന്നും പറയും ഇല്ലേ. വേനൽക്കാലത്ത് മഴ ഇല്ലെങ്കിലും ബുദ്ധിമുട്ടാണ്, മഴ ഉണ്ടായാലും. അപ്പോൾ ഈ വക ഭാവങ്ങൾ പല ആൾക്കാർക്ക് മായാബന്ധത്തെയും ദുഃഖത്തെയും സൃഷ്ടിച്ചതുകൊണ്ട് ബ്രഹ്മാവിനെന്ന് തോന്നി ഇത് സൃഷ്ടിക്കേണ്ടിയിരുന്നുവോ ഈശ്വര. പക്ഷേ നിവൃത്തിയില്ല, സൃഷ്ടിച്ചു പോയി. ജനങ്ങൾക്ക് ദുഃഖദായകങ്ങളായിട്ടുള്ള സംഗതികളെ സൃഷ്ടിച്ചത് കൊണ്ട് താമസ പദാർത്ഥ വിധാനദൂന. ഇവരെയൊക്കെ പൊതുവേ താമസ പദാർത്ഥം എന്നാണ് പറയുക. ദുഃഖത്തെ തരുന്നത്, ശോകത്തെ സൃഷ്ടിക്കുന്നത് ആലസ്യം, മടി, ഇതൊക്കെ തമോ ഗുണമാണ്. പ്രവൃത്തിയിലേക്കുള്ള ഉത്സാഹം രജോ ഗുണവും, ഈശ്വര കാര്യത്തിലേക്കുള്ള ഉത്സാഹം സത്വഗുണവും എന്നാണ് പൊതുവേ പറയുക. അപ്പോൾ ഈ താമസ പദാർത്ഥങ്ങളുടെ വിധാനങ്ങൾ സൃഷ്ടിച്ചിട്ട് ബ്രഹ്മാവിന് പശ്ചാത്താപം തോന്നി എന്ന് പറയുകയാണ്. ഉദ്ദാമ താമസ പദാർത്ഥ വിധാന ദൂന. എന്നിട്ട് എന്ത് ചെയ്തു? ഒറ്റ മാർഗം, ഇത് രക്ഷപ്പെടണമല്ലോ, ലോകം രക്ഷപ്പെടില്ല, ഇത് ഇട്ടിച്ച് കഴിഞ്ഞു. തൻ്റെ മനസ്സിനൊരു ഉത്സാഹം ഉണ്ടാവണം. അതിന് ഭഗവത് പാദത്തെ ശരണം പ്രാപിച്ചു. അതായത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അത് നന്നായോ നന്നായില്ലേ എന്നറിയാൻ
ഒരു ലാബറട്ടറിയിൽ ടെസ്റ്റൊന്നും വേണ്ടെന്നാണ് നമ്മുടെ മനസ്സ് പറയും. ഒരാളെ കൊന്നാൽ നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയുമോ? എത്ര കൊലപാതകിക്കും കഴിയില്ല എന്ന് പറയണം. എത്ര വലിയ കൊലപാതകയോ വാടക ഗുണ്ട ആയിക്കോട്ടെ, കഴിയില്ല അത്രേ. അയാളുടെ ഉള്ളിൽ ആ കുറ്റബോധം ഉണ്ടാവും. ഞാൻ പോലീസിൻ്റെ മുമ്പിൽ രക്ഷപ്പെടും, കോടതിയുടെ മുമ്പിൽ രക്ഷപ്പെടും. ഇതൊക്കെ ചെയ്താൽ അയാളുടെ ഉള്ളിൽ പറയും അരുതാത്തതാണ് ചെയ്തതെന്ന്. അപ്പോൾ ബ്രഹ്മാവിന് ഇതേപോലെ ഈ വക അജ്ഞാന വൃത്തികളെ സൃഷ്ടിച്ചപ്പോൾ വല്ലാത്തൊരു പശ്ചാത്താപം ഉണ്ടായി. ഇനി എങ്ങനെയാണ് അതിന്ന് രക്ഷപ്പെടുക? വിശുദ്ധിക്കായിക്കൊണ്ട്, ഈ ചെയ്തതായിട്ടുള്ള പ്രവൃത്തി ദോഷത്തിൽ നിന്ന് ശുദ്ധി നേടാനായിക്കൊണ്ട്, സമാധാനത്തെ നേടാനായിക്കൊണ്ട്, നഷ്ടപ്പെട്ട ശാന്താവസ്ഥയെ തിരിച്ചു കിട്ടാനായിക്കൊണ്ട് വിശുദ്ധി എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. എന്ത് ചെയ്തു? ത്വദീയ ചരണസ്മരണം തേനെ, അങ്ങയുടെ പാദപത്മത്തെ ശരണം പ്രാപിച്ചു. ത്വദീയ ചരണസ്മരണം ആണ് എല്ലാ ദുഃഖത്തിനും പരിഹാരം, എല്ലാ പ്രശ്നത്തിനും പരിഹാരം. എന്താ അറിയോ? ആപതി കിം കരണീയ സ്മരണീയം ചരണയുഗളം അമ്പായാം. ഭഗവത് പാദപത്മത്തെ ചിന്തിക്കലാണ് എല്ലാ പ്രശ്നത്തിനും പരിഹാരം. നമ്മളത് ചെയ്ത് നോക്കൂ. ഒരു അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണമോ ഫലമോ നമുക്കുണ്ടാവും. ദുഃഖത്തിന് കുറവെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാവും. നിസ്സാര കാര്യമായിട്ട് നമ്മളൊരു കാര്യം തിരഞ്ഞു കിട്ടിയില്ലൊരു സിമ്മാണ് മുമ്പിലേക്കുണ്ടാവും, കിട്ടില്ല. ചെറിയ കാര്യങ്ങളൊക്കെ അധികം അങ്ങനെ വരിക, വലിയത് നമുക്ക് കാണാമല്ലോ. നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരൻ്റെ ഒരു മന്ത്രം, ഒരു 108 പ്രാവശ്യം ഈശ്വരാതെ എവിടെയുള്ളത് കാണിച്ചു തരണേന്ന് പറഞ്ഞു നോക്കൂ. നമ്മുടെ എത്രയോ അനുഭവമാണ് നമ്മളീ പറയണത്. അങ്ങോട്ട് മടുക്കും ചിലപ്പോൾ തിരഞ്ഞിട്ടേ, എപ്പോഴേ അത് കിടക്കണം, അത് കിട്ടാണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങാനും പറ്റില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ചിന്തിച്ച് നോക്കൂ. ഈശ്വരാത് കിട്ടണം. ഒരുപാട് തിരയാതെ നിങ്ങളുടെ കൈ അവിടെ കൊണ്ടുപോയിട്ട് ആ ശക്തി എത്തിക്കും. ഏത് ഉപാസനയിലാണ് നിങ്ങൾ നിൽക്കണമെന്ന് വെച്ചാൽ അത്. ഒരു ചെറിയൊരു അനുഭവം അപ്പോൾ ഈ പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഇതാണ് എന്നൊരു ധാരണ മനസ്സിലാദ്യം ഉണ്ടാവുക. ഒക്കെ അതുകൊണ്ടൊക്കെ ശരിയാവും. അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ വിശ്വസിച്ചാൽ അതിൻ്റെ ഫലം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതാണ് ഇപ്പോൾ ബ്രഹ്മാവ് ചെയ്തത്. മനസ്സ് അശാന്തമായി അജ്ഞാനവൃത്തികളായിട്ട് അനവധി ആൾക്കാരുടെ അസ്വസ്ഥതയെ സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ താൻ സൃഷ്ടിച്ചു. ഉദ്ദാമ താമസ പദാർത്ഥം, ഒക്കെ താമസ പദാർത്ഥങ്ങളെയാണ് സൃഷ്ടിച്ചത്. മിഥ്യ, ആഗ്രഹം, അതികോപം, കോപം, വിഭീതി, അതിരാഗം, വിഭീതി, ഇതൊക്കെ ഉണ്ടായത്. ഇല്ലാത്തതിലുണ്ട് എന്ന മായാബോധം, ആഗ്രഹം, അതിസ്നേഹം, ഒന്നിനോടുള്ള പ്രതിപത്തി. രാവണന് സീതയിലുള്ള അതിപ്രതിപത്തി സ്വന്തം മരണത്തിൽ പോയിട്ടാണ് കലാശിച്ചത്. അതാണ് അതിരാഗം. വികോപം, ഭീതി. ഈ അജ്ഞാനവൃത്തികൾ സൃഷ്ടിച്ചപ്പോൾ ഉദ്ദാമ താമസ പദാർത്ഥ വിധാന ദൂന, താമസ പദാർത്ഥങ്ങളെ സൃഷ്ടിച്ചിട്ട് മനസ്സ് വളരെയേറെ അസ്വസ്ഥമായതായിട്ടുള്ള ബ്രഹ്മാവ് വിശുദ്ധിയായി, അതിന് ശുദ്ധിക്കായിക്കൊണ്ട് പരിഹാരത്തിനായിക്കൊണ്ട് ത്വദീയ ചരണസ്മരണം തേനെ, അങ്ങയുടെ ശരണം പാദസ്മരണം ആശ്രയിച്ചു. തൃപ്പാദികൾ പാദത്തെ ധ്യാനിച്ചു. ഈശ്വരാ, ഞാൻ ഇപ്പം അസ്വസ്ഥനായിരിക്കണു. അനവധി ആൾക്കാരെ അസ്വസ്ഥതാക്കി. അതിൻ്റെ ബലമായിട്ട് താൻ അസ്വസ്ഥനായി. ആ അസ്വസ്ഥത ഇല്ലാണ്ടേക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. സംശയമൊന്നുമില്ല ബ്രഹ്മാവിനെ, നമുക്കല്ലേ സംശയമുള്ളൂ. ഭഗവത് പാദപത്മത്തെയാണ് ചിന്തിച്ചു രക്ഷ കിട്ടണേ. ഞാൻ അരുതാത്തതാണോ സൃഷ്ടിച്ചത്? നിശ്ചയില്ല. അരുതാത്തത് എന്നങ്ങനെ ഇല്ല, ലോകായതൊക്കെ വേണമല്ലോ. അങ്ങനെ ഭഗവത് പാദത്തെ സൃഷ്ടിച്ചപ്പോൾ നല്ല സൃഷ്ടികൾ ഉണ്ടാവാനുള്ള പ്രേരണ ഉണ്ടാവുകയും ചെയ്തു. ഈ ചീത്ത സൃഷ്ടിച്ചതിൻ്റെ ദുഃഖം മാറുകയും ചെയ്തു. തുടർന്നുള്ള സൃഷ്ടിയിലാണ് അതൊക്കെ പറയാം. മിഥ്യാഗ്രഹാസ്മി അതിരാഗവികോപഭീതി അജ്ഞാനവൃത്തിമിതി പഞ്ചവിധം സൃഷ്ടുവ ഉദ്ദാമ താമസ പദാർത്ഥ വിധാനദൂനസ്തേനെ ത്വദീയ ചരണസ്മരണം വിശുദ്ധി. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.